ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 17-ാമത്തെ അധ്യായം. അതിൽ 16-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ സപ്തദശോധ്യായഃ. മൈത്രേയ ഉവാച. ഏവം സ ഭഗവാൻ വൈന്യ ഖ്യാപിതോ ഗുണകർമ്മഭി ഛന്ദയാമാസ താൻ കാമൈഃ പ്രതിപൂജ്യാഭിനന്ദ്യ ച. ബ്രാഹ്മണപ്രമുഖാൻ വർണ്ണാൻ ഭൃത്യാമാത്യപുരോധസഃ പൗരാൻ ജാനപദാൻ ശ്രേണീ പ്രകൃതി സമപൂജയത്. വിതുര ഉവാച. കസ്മാദ്ദധാരഗോരൂപം ധരിത്രീ ബഹുരൂപിണീ യാം ദുദോഹ പൃഥുസ്തത്ര കോ വത്സോ ദോഹനം ച കിം. പ്രകൃത്യാ വിഷമാദേവി കൃതാ തേന സമാഗതം തസ്യ മേധ്യം ഹയം ദേവ കസ്യ ഹേതോരപാഹരത്. സനൽകുമാരാൽ ഭഗവതോ ബ്രഹ്മൻ ബ്രഹ്മവിദുത്തമാത് ലബ്ധ്വാ ജ്ഞാനം സവിജ്ഞാനം രാജശ്രിക്കാം ഗതിം ഗതഃ. യച്ചാന്യദപി കൃഷ്ണസ്യ ഭവാൻ ഭഗവത പ്രഭോ ശ്രവ സുശ്രവസ പുണ്യം പൂർവദേഹ കഥാശ്രയം. ഭക്തായ മേനുരക്തായ തവ ചാധോക്ഷജസ്യ ച വക്തുമർഹസി യോ ദുഹ്യദ്വൈന്യരൂപേണ ഗാമിമാം. സൂത ഉവാച. ചോദിതോ വിതുരേണൈവം വാസുദേവ കഥാം പ്രതി പ്രശസ്യതം പ്രീതമനാ മൈത്രേയ പ്രത്യഭാഷത. മൈത്രേയ ഉവാച. യഥാഭിഷിക്തപൃഥുരംഗവിപ്രൈരാമന്ത്രിതോ ജനതായാശ്ച പാല പ്രജാനിരന്വേക്ഷിതി പൃഷ്ഠയേത്യ ക്ഷുൽക്ഷാമദേഹ പതിമഭ്യവോചൻ. വയം രാജൻ ജാഠരേണാഭിതപ്ത യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷാഃ ത്വാമദ്യ യാതാഃ ശരണം ശരണ്യം യസ്സാധിതോ വൃത്തികരപതിർന്നഃ. തന്നോ ഭവാനീ ഹതുരാതവേന്നം ക്ഷുധാർദിതാനാം നരദേവദേവ യാവന്ന നങ്ക്ഷ്യാമഃ ഉജ്ജിതോർജ വാർത്താപതിസ്ത്വം കില ലോകപാലഃ. മൈത്രേയ ഉവാച. പൃഥുപ്രജാനാം കരുണം നിശമ്യ പരിദേവിതം ദീർഘം ദധ്യൗ ഗുരുശ്രേഷ്ഠ നിമിത്തം സോന്വപദ്യത. ഇതി വ്യവസിതോ ബുദ്ധ്യാ പ്രഗൃഹീതശരാസനഃ സന്ദധേ വിശിഖം ഭൂമേഃ ക്രുദ്ധസ്ത്രിപുരഃ യഥാ. പ്രവേപമാനാധരണി നിശാമ്യൂദായുധം ച തം ഗൗ സത്യപാദ്രവദ്ഭീത മൃഗീവ മൃഗയദ്രുത. താമന്വധാവത്തദ്വൈന്യഃ കുപിതോത്യരുണേ ക്ഷണഃ ശരം ധനുഷി സന്ധായ യത്ര യത്ര പലായത്തെ. സാ ദിശോ വിദിശോ ദേവി രോദസീ ചാന്തരം ദയോഃ ധാവന്തി തത്ര തത്രൈനം ദദർശാനുദ്യതായുധം. ലോകേ നാവിന്ദതത്രാണം വൈന്യാൻ മൃത്യോരിവ പ്രജാഃ ത്രസ്തം തദാ നിവവൃത്തെ ഹൃദയേന വിദൂയത. അതാണ് 17-ാമത്തെ ശ്ലോകം. ലോകേ നാവിന്ദതത്രാണം വൈന്യാൻ മൃത്യോരിവ പ്രജാഃ ത്രസ്താ തദാ നിവവൃത്തെ ഹൃദയേന വിദൂയത. അപ്പോൾ പ്രജാഃ ആ പ്രജകൾക്ക് ആ മരണത്തിൽ നിന്ന് എന്ന പോലെ ആ ഭയചകിതയായി ഭവിച്ചിരിക്കുന്ന ആ ഭൂമി ദേവിക്ക് ആ ലോകത്തിലെങ്ങും ആ പൃഥ്വിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യം ആയില്ല. അപ്പോൾ ആ വേദനിക്കുന്ന ഹൃദയത്തോട് കൂടിയിട്ട് ആ ഭൂമിദേവി അതിൽ നിന്നും ആ ഓട്ടത്തെ വിരമിപ്പിച്ചു എന്നർത്ഥം. ലോകേനാവിന്ദതത്രാണം, ലോകത്തിലെവിടെയും തനിക്ക് രക്ഷ കിട്ടില്ല. ആരിൽ നിന്ന്? ആ പൃഥ്വമഹാരാജാവിൽ നിന്ന്. എന്താ വെച്ചാൽ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ആ പൃഥ്വമഹാരാജാവും പിന്നാലെ ആ വില്ലും അമ്പുമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ആ മൃത്യുവിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, തൻ്റെ പ്രജകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി ഭയചകിതയായി ആ ഭൂമിദേവി. ത്രസ്താ തദാ നിവവൃത്തെ. അപ്പോൾ അവരുടെ ഹൃദയം, ആ ഭൂമിദേവിയുടെ ഹൃദയം വേദനിച്ചു. വിദൂയത, വേദനിച്ചിട്ട് തദാ നിവവൃത, അവിടെ അപ്പോൾ തന്നെ ആ ഓട്ടം നിർത്തി എന്നർത്ഥം. അതിലത്തെ പദങ്ങളെ പ്രജാഹ ജനങ്ങൾ, ജനങ്ങൾ, പ്രജാഹ ജനങ്ങൾ, മൃത്യോഹ ഇവ മരണത്തിൽ നിന്ന് എന്ന പോലെ, ത്രസ്താസ ഭയചകിതയായി ഭവിച്ച അവൾക്ക്, ലോകേ ലോകത്തിലെങ്ങും, വൈന്യാ പൃഥുവിൽ നിന്ന്, ത്രാണം രക്ഷപ്പെടുക, ന അവിന്ദത സാധ്യമായില്ല, തദാ അപ്പോൾ, വിദൂയത വേദനിക്കുന്ന, ഹൃദയേന ഹൃദയത്തോടെ, നിവവൃത്തെ മടങ്ങി. ഒന്നും കൂടി പറയാം. പ്രജാ ജനങ്ങൾ, മൃത്യോഹ ഇവ മരണത്തിൽ നിന്ന് എന്ന പോലെ, ത്രസ്താസ ഭയചകിതയായി ഭവിച്ച അവൾക്ക്, ലോകേ ആ ലോകത്തിലെങ്ങും, വൈന്യാൽ പൃഥുവിൽ നിന്ന്, ത്രാണം രക്ഷപ്പെടുക, ന അവിന്ദത സാധ്യമായില്ല, തദാ അപ്പോൾ, വിദൂയത വേദനിക്കുന്ന ഹൃദയേന ഹൃദയത്തോടെ, നിവവൃത്തെ മടങ്ങി.
അതിലത്തെ അന്വയം വന്നിട്ട് പ്രജാഹ മൃത്യോഹ ഇവ ത്രസ്താസ ലോകേ വൈന്യാത് ത്രാണം ന അവിന്ദത തഥാ വിദൂയതാ ഹൃദയേന നിവവൃത്തെ. എന്നും കൂടി പറയാം. പ്രജാഹ മൃത്യോഹ ഇവ ത്രസ്താസ ലോകേ വൈന്യാത് ത്രാണം ന അവിന്ദത തഥാ വിദൂയതാ ഹൃദയേന നിവവൃത്തെ. ജനങ്ങൾ ആ മരണത്തിൽ നിന്ന് എന്ന പോലെ ആ ഭയചകിതയായി ഭവിച്ച ആ ഭൂമിദേവിക്ക് ലോകത്തിൽ എങ്ങും ആ പൃഥുവിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമായില്ല. അപ്പോൾ ആ വേദനിക്കുന്ന ഹൃദയത്തോട് കൂടിയിട്ട് മടങ്ങി. അപ്പോൾ അന്തകനിൽ നിന്നും ആ ജീവജാലങ്ങൾക്ക് രക്ഷ കിട്ടാത്തതുപോലെ തനിക്കും ആ വേനപുത്രനായ പൃഥുവിൽ നിന്ന് എവിടെയും രക്ഷ നേടാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ഭൂമിദേവി വേദനിക്കുന്ന മനസ്സോടെ ഓട്ടം നിർത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജകൾ അന്തകനിൽ നിന്ന പോലെ ആ ഭൂമി പൃഥുവിൽ നിന്നും ചകിതയായിട്ട് ഒരിടത്തും രക്ഷപ്പെടാനാകാതെ ആ വ്യസനാക്രാന്തമായ ഹൃദയത്തോടെ മടങ്ങി. മരണത്തെ ഭയപ്പെട്ടോടുന്ന ജനങ്ങൾക്ക് യാതൊരു ദിക്കിൽ നിന്നും ആ ഭയം തീരാനുള്ള രക്ഷ കിട്ടാതിരിക്കുന്നത് പോലെ ആ പൃഥുവിനെ പേടിച്ചോടുന്ന ആ ഗോരൂപിണിയായിരിക്കുന്ന ഭൂമിദേവിക്ക് ലോകത്തിൽ ഒരു ദിക്കിലും ആ ഭയം തീർക്കാനുള്ള രക്ഷിതാവിനെ ലഭിച്ചില്ല. അപ്പോൾ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടെ ആ ഓട്ടം മതിയാക്കി. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറഞ്ഞത് നോക്കാം. സാ ത്രൈലോക്യം ഭ്രാന്ത്വ, ആ ത്രൈലോക്യത്തിൽ ഓടി രക്ഷപ്പെടാൻ ഓടിയ ഭൂമിദേവി തത്ര എവിടെ എവിടേക്ക് പോയപ്പോഴും തത്ര പൃഷ്ഠതോ വൈന്യം ദദർശ, ആ വൈന്യനെ ആ പൃഥുമഹാരാജാവിനെ കണ്ട് പേടിച്ചു. കുത്രാഭിത്രാതാരം, തനിക്ക് രക്ഷ കിട്ടില്ല മനസ്സിലാക്കിയിട്ടുള്ള നലേഭേ തഥാ പൃഥും ജഗാമ, ആ ഭൂമിദേവിയോട് പറഞ്ഞു എന്നുള്ളതാണ്. അത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. അപ്പോൾ സാ ത്രൈലോക്യം ഭ്രാന്ത്വ തത്ര പൃഷ്ഠതി വൈന്യം ദദർശ കുത്രാഭിത്രാതാരം നലേഭേ തഥാ പൃഥും ജഗാദ. അപ്പോൾ അടുത്ത ശ്ലോകം കൂടി നോക്കണം നമുക്ക്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഉവാച ച മഹാഭാഗം ധർമ്മജ്ഞാപന്നവത്സല ത്രാഹി മാമപി ഭൂതാനാം. അപ്പോൾ ആ പൃഥുമഹാരാജാവിനോട് ഭൂമിദേവി പറഞ്ഞു എന്നാണ്. ഉവാച ച മഹാഭാഗ, ആ മഹാഭാഗനായിരിക്കുന്ന പൃഥുമഹാരാജ് ധർമ്മജ്ഞാപന്നവത്സല ത്രാഹി മാമപി ഭൂതാനാം പാലനേവ സ്ഥിതോ ഭവാൻ. അങ്ങ് ധർമ്മജ്ഞനും ദീനവത്സലനും ഒക്കെ ആണല്ലോ, എന്നെ അങ്ങ് രക്ഷിക്കണം. ഭൂതങ്ങളെ രക്ഷിക്കുകയാണല്ലോ അങ്ങയുടെ ആ പരിപാലിക്കലാണല്ലോ അങ്ങയുടെ അവസ്ഥ. അങ്ങനെയുള്ള ഭവാൻ എന്നെ കൂടി രക്ഷിക്കണം എന്നുള്ള അവർ. ഉവാച ച മഹാഭാഗം ധർമ്മജ്ഞാപന്നവത്സല ത്രാഹി മാമപി ഭൂതാനാം പാലനേ അവസ്ഥിതോ ഭവാൻ. ഹേ ധർമ്മജ്ഞ, അല്ലയോ ധർമ്മജ്ഞനും ആപന്നവത്സല ദീനദയാലുവും ആയിട്ടുള്ളവനെ, മാം അപി എന്നെ കൂടി ത്രാഹി രക്ഷിക്കണേ, ഭവാൻ അങ്ങ് ഭൂതാനാം ജീവരാശികളുടെയെല്ലാം പാലനെ സംരക്ഷണത്തിൽ അവസ്ഥിത ഏർപ്പെട്ടിരിക്കുന്നവനാണല്ലോ. ഇതി മഹാഭാഗം, ഇപ്രകാരം ആ മഹാനുഭാവനായിരിക്കുന്ന അദ്ദേഹത്തോട് ഉവാച പറയുകയും ചെയ്തു. എന്നുകൂടി പറയാം. ഹേ ധർമ്മജ്ഞ, അല്ലയോ ധർമ്മജ്ഞനും ആപന്നവത്സല ദീനവത്സലനുമായുള്ളവനെ, മാം അപി എന്നെ കൂടി ത്രാഹി രക്ഷിക്കണേ, ഭവാൻ അങ്ങ് ഭൂതാനാം ജീവരാശികളുടെയെല്ലാം പാലനെ സംരക്ഷണത്തിൽ അവസ്ഥിത ഏർപ്പെട്ടവനാണല്ലോ. ഇതി മഹാഭാഗം എന്ന് ആ മഹാനുഭാവനായ അദ്ദേഹത്തോട് ഉവാച പറയുകയും ചെയ്തു. ഇതിൽ തന്വയം വന്നിട്ട് ഹേ ധർമ്മജ്ഞ ആപന്നവത്സല മാം അപി ത്രാഹി ഭവാൻ ഭൂതാനാം പാലനെ അവസ്ഥിത ഇതി മഹാഭാഗം ഉവാച. ഒന്നുകൂടി പറയാം. ഹേ ധർമ്മജ്ഞ ആപന്നവത്സല മാം അപി ത്രാഹി ഭവാൻ ഭൂതാനാം പാലനെ അവസ്ഥിത ഇതി മഹാഭാഗം ഉവാച. അല്ലയോ ധർമ്മജ്ഞനും ദീനദയാലുവുമായുള്ളവനെ, എന്നെ കൂടി രക്ഷിക്കണേ, അങ്ങ് ജീവരാശികളുടെയെല്ലാം സംരക്ഷണത്തിൽ ഏർപ്പെട്ടവനാണല്ലോ. ഇപ്രകാരം ആ മഹാനുഭാവനായിരിക്കുന്ന അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഇവിടെ ഓട്ടം നിർത്തിയ ശേഷം ആ ഭൂമിദേവി മഹാനുഭാവനായിരിക്കുന്ന അദ്ദേഹത്തോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങ് ധർമ്മജ്ഞനാണ്, ശരണാഗത വത്സലനുമാണ്, സർവഭൂതങ്ങളെയും സംരക്ഷിക്കാൻ പുറപ്പെട്ട അങ്ങ് എന്നെയും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ
ധർമ്മജ്ഞ ശരണാഗത വത്സല, സർവവും പരിരക്ഷിക്കാൻ രാജവേഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങ് ആ പ്രജകളിൽപ്പെട്ട ഒരുവളായിരിക്കുന്ന എന്നെ രക്ഷിക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ആ പ്രജകൾക്ക് മഹാഭാഗ്യത്തെ നൽകുന്നതിന് മതിയായ വിധം ഐശ്വര്യസമ്പന്നനായിരിക്കുന്ന ആ മഹാരാജാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്നത് ധർമ്മമാണെന്നറിഞ്ഞിരിക്കുന്ന പ്രഭോ, എന്നെയും അങ്ങ് രക്ഷിക്കണം. സർവഭൂതങ്ങളെയും രക്ഷിക്കുന്നതാണല്ലോ, അതിനാണല്ലോ അങ്ങ് അവതരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഹേ ധർമ്മജ്ഞ, അലയോ ധർമ്മജ്ഞനും ഹേ ശരണാഗത വത്സല, ശരണാഗത വത്സലനുമായുള്ളവനെ, മാം ത്രാഹി, എന്നെ രക്ഷിക്കണം. ഭവാൻ ഭൂതാനാം പാലനേ സ്ഥിത, അങ്ങ് ഭൂതങ്ങളെ പാലിക്കാൻ വേണ്ടിയിട്ട് അവസ്ഥിതനാണ്. ഒന്നുകൂടി പറയാം. ഹേ ധർമ്മജ്ഞ, അല്ലയോ ധർമ്മജ്ഞ, ഹേ ശരണാഗത വത്സല, അല്ലയോ ശരണാഗത വത്സലനായിരിക്കുന്നവനെ, മാം ത്രാഹി, എന്നെ രക്ഷിക്കുക. ഭവാൻ, അവിടുന്ന് ഭൂതാനാം പാലനേ സ്ഥിത, ഭൂതങ്ങളെ പാലിക്കാൻ സ്ഥിതനാണല്ലോ അതാണ്. അപ്പോൾ ഹേ ധർമ്മജ്ഞ, ഹേ ശരണാഗത വത്സല, മാം ത്രാഹി, ഭവാൻ ഭൂതാനാം പാലനേ സ്ഥിത ഉള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 19ാമത്തെ ശ്ലോകം. സത്വം ജിഘാംസസേ കസ്മാത് ദീനാം അകൃതകിൽബിഷാം അഹനിഷ്യൽ കഥം യോഷാം ധർമ്മജ്ഞ ഇതി യോ മതഃ. സത്വം ജിഘാംസസേ കസ്മാത് ദീനാം അകൃതകിൽബിഷാം അഹനിഷ്യൽ കഥം യോഷാം ധർമ്മജ്ഞ ഇതി യോ മതഃ. അപ്പോൾ അപ്രകാരം ഉള്ള അങ്ങ് സത്വം ജിഘാംസസേ, കൊല്ലുന്നത് എങ്ങനെയാണ്? കസ്മാത്, എന്ത് കാരണത്താലാണ് കൊല്ലുന്നത്? ദീനാം, ദീനയും അകൃതകിൽബിഷാം, അപരാധങ്ങളൊന്നും ചെയ്യാത്തവളുമായ എന്നെ എങ്ങനെ കൊല്ലുന്നു? അഹനിഷ്യൽ കഥം, എങ്ങനെയാണ് ഹനിക്കുന്നത്? യോഷാം, സ്ത്രീകളെ ഹനിക്കുന്നത്. ധർമ്മജ്ഞ, അവിടുന്ന് ധർമ്മത്തെ ഒക്കെ അറിയുന്ന ആളല്ലേ, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ധർമ്മത്തെയൊക്കെ അറിയുന്ന ആളല്ലേ. ഈ തിയോ മത, ധർമ്മജ്ഞനാണ് എന്നുള്ളത് വളരെ പ്രസിദ്ധനാണല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ആ ദീനയും അപരാധം ചെയ്യാത്തവളുമായിരിക്കുന്ന എന്നെ, ഒരു സ്ത്രീയും ആയിരിക്കുന്ന എന്നെ കൊന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സത്വം ജിഘാംസസേ കസ്മാത് ദീനാം അകൃതകിൽബിഷാം അഹനിഷ്യൽ കഥം യോഷാം ധർമ്മജ്ഞ ഇതി യോ മതഃ. സത്വം, അങ്ങനെയുള്ള അങ്ങ് അകൃതകിൽബിഷാം, അപരാധം ചെയ്യാത്തവളും, ദീനാം, ദീനയുമായ എന്നെ, കസ്മാത്, എന്തു കാരണവശാൽ, ജിഘാംസസേ, കൊല്ലാൻ തുനിയുന്നു. ധർമ്മജ്ഞ, ധർമ്മമറിയുന്നവൻ, ഇതി എന്ന്, മതഃ, സമ്മിതി നേടിയ, യഹ, യാതൊരു, അവിടുന്ന്, കഥം, എങ്ങനെ, യോഷ, ഒരു സ്ത്രീയെ, അഹനിഷ്യത്, നിഗ്രഹിക്കും. ഒന്നും കൂടി പറയാം. സഹത്വം, അങ്ങനെയുള്ള അങ്ങ്, അകൃതകിൽബിഷാം, അപരാധം ചെയ്യാത്തവളും, ദീനാം, ദീനയുമായ എന്നെ, കസ്മാത്, എന്തു കാരണവശാൽ, ജിഘാംസസേ, കൊല്ലാൻ തുനിയുന്നു. ധർമ്മജ്ഞ, ധർമ്മമറിയുന്നവൻ, ഇതി എന്ന്, മതഃ, സമ്മതി നേടിയ, യഹ, യാതൊരു അങ്ങ്, കഥം, എങ്ങനെ, യോഷാം, ഒരു സ്ത്രീയെ, അഹനിഷ്യൽ, നിഗ്രഹിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ അന്വയം വന്നിട്ട് സത്വം അകൃതകിൽബിഷാം ദീനാം കസ്മാത് ജിഘാംസസേ ധർമ്മജ്ഞ ഇതി മതഃ യഹ കഥം യോഷാം അഹനിഷ്യത്. ഒന്നുകൂടി പറയാം. സഹ ത്വം അകൃതകിൽബിഷാം ദീനാം കസ്മാത് ജിഘാംസസേ ധർമ്മജ്ഞ ഇതി മതഃ യഹ കഥം യോഷാം അഹനിഷ്യത്. അങ്ങനെയുള്ള അങ്ങ്, അപരാധം ചെയ്യാത്തവളും ദീനയും ആയ എന്നെ എന്തു കാരണവശാൽ കൊല്ലാൻ തുനിയുന്നു. ധർമ്മമറിയുന്നവൻ എന്ന് ആ സമ്മതി നേടിയ യാതൊരു അവിടുന്ന് എങ്ങനെ ഒരു സ്ത്രീയെ നിഗ്രഹിക്കുന്നു. അപ്രകാരമുള്ള അങ്ങ് യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനു നിഗ്രഹിക്കുന്നു? അങ്ങ് ധർമ്മമറിയുന്നവനാണെന്ന് പ്രസിദ്ധം. അങ്ങനെയുള്ള ഒരാൾ, ഭവാൻ, നിരപരാധിയായ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ നിഗ്രഹിക്കുവാൻ ഒരുമ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങ് യാതൊരു അപരാധവും ചെയ്യാത്ത ദീനയായ എന്നെ എന്തിനു കൊല്ലാൻ ആഗ്രഹിക്കുന്നു? ധർമ്മതത്വം അറിയുന്നവനെന്ന് പ്രസിദ്ധനായ അങ്ങ് അബലയായ എന്നെ കൊല്ലുന്നു. ആപത്തിൽ അകപ്പെട്ടവരിൽ വാത്സല്യയുക്തനായ അങ്ങ് അപരാധം ചെയ്യാത്തവളും ദുഃഖിതയുമായ എന്നെ ഹനിപ്പാൻ ഇച്ഛിക്കുന്നതിന് എന്തു കാരണം? ധർമ്മം അറിയുന്നവനാണെന്ന് സർവരാളും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന ആ ഭവാൻ എങ്ങനെ ഈ സ്ത്രീവധം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ
കുത്രാപി ത്രാതാരം ന ലേഭേ തഥാ പൃഥും ജഗാത പറഞ്ഞു. ഹേ ധർമ്മജ്ഞ, ഹേ ശരണാഗത വത്സല, മാം ത്രാഹി ഭവാൻ ഭൂതാനാം പാലനേ സ്ഥിത സത്വം നിഷ്പാപം സ്ത്രീയം മാം കഥം. അങ്ങനെയുള്ള അവിടുന്ന് നിഷ്പാപാം, പാപമൊന്നും ചെയ്യാത്തവളായിരിക്കുന്ന സ്ത്രീകളെ മാം, സ്ത്രീയായിരിക്കുന്ന എന്നെ കഥം എങ്ങനെ ഹനിഷ്യസി എങ്ങനെയാണ് കൊല്ലണത്. സത്വം അപ്രകാരമുള്ള അവിടുന്ന് നിഷ്പാപാം, പാപമൊന്നും ചെയ്യാത്ത സ്ത്രീയം മാം ഞാനാകുന്ന ഈ സ്ത്രീയെ കഥം എന്തുകൊണ്ടാണ് ഹനിഷ്യത, എന്തുകൊണ്ട് കൊല്ലുന്നു അതാണ്. അപ്പോൾ അടുത്ത വ്യാഖ്യാനം വന്നിട്ട് സത്വം നിഷ്പാപാം സ്ത്രീയം മാം കഥം ഹനിഷ്യസി. സത്വം നിഷ്പാപാം സ്ത്രീയം മാം കഥം ഹനിഷ്യസി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം, 20ാമത്തെ ശ്ലോകം. പ്രഹരന്തിന വൈ സ്ത്രീഷു കൃതാഗസ്വപി ജന്തവഃ കിമുത തദ്വിധാരാജൻ കരുണാദീനവത്സലാഃ. പ്രഹരന്തിന വൈ സ്ത്രീഷു കൃതാഗസ്വപി ജന്തവഃ കിമുത തദ്വിധാരാജൻ കരുണാദീനവത്സലാഃ. അല്ലയോ രാജാവേ, അപരാധികളായി ആയാൽ തന്നെ, കൃതാഗസ്വ അപി എന്ന് പറഞ്ഞാൽ അപരാധികളായാൽ തന്നെ, ജന്തവഹ വൈ സാധാരണക്കാർ പോലും ആ സ്ത്രീകളിൽ ദ്രോഹം ചെയ്യാറില്ല. കരുണാഹ കാരുണികരും ദീനവത്സരും ആയിട്ടുള്ള അങ്ങേപോലുള്ളവർ ഈ കാര്യം അങ്ങേപോലുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? കിമുത തദ്വിധ കിമുത പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, കൃതാഗസ്സു അപി അപരാധികളായാൽ തന്നെ, ജന്തവഹ വൈ സാധാരണക്കാർ പോലും, സ്ത്രീഷു ആ സ്ത്രീകളിൽ ന പ്രഹരന്തി ദ്രോഹം ചെയ്യാറില്ല. കരുണാഹ കാരുണികരും, ദീനവത്സലഹ ദീനരിൽ കൃപയുള്ളവരും ആയിരിക്കുന്ന ത്വദ്വിധാഹ അങ്ങേപോലുള്ളവരുടെ കാര്യം കിമുത പിന്നെ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഹേ രാജൻ, അല്ലയോ രാജാവേ, കൃതാഗസ്സു അപി അപരാധികളായാൽ തന്നെ, ജന്തവഹ വൈ സാധാരണക്കാർ പോലും, സ്ത്രീഷു സ്ത്രീകളിൽ ന പ്രഹരന്തി ദ്രോഹം ചെയ്യില്ല. കരുണാഹ കാരുണികരും, ദീനവത്സലാഹ ദീനരിൽ കൃപയുള്ളവരും ആയിരിക്കുന്ന ത്വദ്വിധാഹ അങ്ങേപോലുള്ളവരുടെ കാര്യം കിമുത പിന്നെ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ രാജൻ കൃതാഗസ്സു അപി ജന്തവഹ വൈ സ്ത്രീഷു ന പ്രഹരന്തി കരുണാഹ ദീനവത്സലാഹ ത്വദ്വിധാഹ കാര്യം കിമുത. എന്നുകൂടി പറയാം. ഹേ രാജൻ കൃതാഗസ്സു അപി ജന്തവഹ സ്ത്രീഷു ന പ്രഹരന്തി കരുണാഹ ദീനവത്സലാഹ ത്വദ്വിധാഹ കാര്യം കിമുത. അല്ലയോ രാജാവേ, അപരാധികളായാൽ തന്നെ സാധാരണക്കാർ പോലും സ്ത്രീകളിൽ ദ്രോഹം ചെയ്യാറില്ല. കാരുണികരും ദീനരിൽ കൃപയുള്ളവരും ആയിരിക്കുന്ന അങ്ങേപോലുള്ളവർ പിന്നെ അങ്ങേപോലുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോയെന്ന്. സാധാരണക്കാർ തന്നെ അപരാധം ചെയ്ത സ്ത്രീകളെ നിഗ്രഹിക്കാറില്ല. അങ്ങനെയിരിക്കെ ആ കരുണാലുവും ദീനവത്സലനുമായ അങ്ങുന്ന നിരപരാധിയും സ്ത്രീയുമായ എന്നെ വധിക്കാൻ ഒരുമ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഒരു അപരാധവും ചെയ്യാത്ത ദീനയായ എന്നെ എന്തിനു കൊല്ലാൻ ആഗ്രഹിക്കുന്നു? ധർമ്മതത്വം അറിയുന്നവന് എന്ന് പ്രസിദ്ധനായിരിക്കുന്ന അങ്ങ് അബലയായ എന്നെ കൊല്ലുന്നു. വെറും പ്രാകൃത ബുദ്ധികളും അപരാധം ചെയ്താലും സ്ത്രീകളിൽ കടുത്ത ശിക്ഷ കൊടുക്കാറില്ല. രാജൻ, അപ്പോൾ പിന്നെ അങ്ങേപ്പോലുള്ള കരുണാമയനും ദീനവത്സരനുമായവർ എങ്ങനെ സ്ത്രീകളെ പ്രഹരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അല്ലയോ രാജാവേ, സാധാരണ ജനങ്ങൾ പോലും സ്ത്രീകൾ അപരാധം ചെയ്തിരുന്നാൽ കൂടെ അവരെ പ്രഹരിക്കാറില്ല നിശ്ചയം. അങ്ങനെയിരിക്കെ ദുഃഖിതന്മാരിൽ വാത്സല്യത്തോടു കൂടിയ കരുണാശീലന്മാരായ അങ്ങയെപ്പോലുള്ളവരുടെ കഥ പിന്നെ പറയണമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വ്യാഖ്യാനം വന്നിട്ട് കിംജ ജനഹ സാധാരണക്കാര കൃതാഗസ്സു അപി അപരാധം ചെയ്തിട്ടുള്ളവർ ആയ സ്ത്രീകളെ ന പ്രഹരന്തി അവരെ പ്രഹരിക്കാറില്ല. കിംച ജനഹ കൃതാഗസ്വപി സ്ത്രീഷു ന പ്രഹരതി ഭവദ്വിധ പിന്നെ അവിടുന്നൊക്കെ അത് ചെയ്യോ കിമുത
ഇപ്രകാരം ചെയ്യോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കിംച ജനഃ കൃതാഗസ്വപി സ്ത്രീഷു ന പ്രഹരതി. സാധാരണ ജനങ്ങൾ അപരാധം ചെയ്തിട്ടുള്ള സ്ത്രീകളെ പോലും പ്രഹരിക്കാറില്ല. ഭവദ്വിധ, പിന്നെ അവിടുത്തെ കാര്യം കിമുത, വേറെ പറയേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് കിംച ജനഃ കൃതാഗസ്വപി സ്ത്രീഷു ന പ്രഹരതി ഭവദ്വിധ കിമുത, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ സ്ത്രീവധം ശാസ്ത്രവിരുദ്ധം ആണ്. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് സ്ത്രീവധം എന്ന് പറയുന്നത്. നഹന്തവ്യാ സ്ത്രീയശ്ചേതി, രാമായണം വാക്യം പ്രസിദ്ധമാണ്. മഹാഭാരതത്തിലും അതേപടി പറയുന്നുണ്ട്. അഭിചായം പുരാഗീത ശ്ലോകോ വാത്മീകിനാ ഭുവി നഹന്തവ്യാ സ്ത്രീയ ഇത് യദ്ബ്രവീഷി പ്ലവംഗമ, ഭാരതത്തിലും പറയുന്നുണ്ട്. ചില ഇതിലൊക്കെ അതിന് അപവാദമായിട്ടും പറയുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ സാധാരണക്കാർ തന്നെ അപരാധം ചെയ്ത സ്ത്രീകളെ പോലും നിഗ്രഹിക്കാറില്ല. അങ്ങനെ ഇരിക്കെ ആ കരുണാലുവും ദീനവത്സരനുമായ അങ്ങ് നിരപരാധിയും സ്ത്രീയുമായ എന്നെ വധിക്കാൻ ഒരുമ്പെടുക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 21-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. മാം വിപാട്യാജരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം ച പ്രജാശ്ചേമാ കഥമംഭസി ധാസ്യസി. മാം വിപാട്യാജരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം ച പ്രജാശ്ചേമാ കഥമംഭസി ധാസ്യസി. ലോകം ആകമാനം, വിശ്വം ലോകമാകമാനം യാതൊരു വളിൽ സ്ഥാപിതമോ, അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു തോണി, അതിനെ മറിച്ചിട്ടിട്ട് തന്നെയും ഈ പ്രജകളെയും എങ്ങനെ വെള്ളത്തിൽ പൊക്കി നിർത്തും. മാം വിപാട്യാജരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം ച പ്രജാശ്ചേമ കഥമംഭസി ധാസ്യസി. ലോകം ആകമാനം യത്ര യസ്യാം യാതൊരു വളിൽ പ്രതിഷ്ഠിതമാണോ, ലോകം എല്ലാം ആ വിശ്വത്തിൽ പ്രതിഷ്ഠിതം ആണ്. അങ്ങനെയുള്ള അവളെ അത്രയ്ക്ക് കെട്ടുറപ്പുള്ള അജരാം, അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു നാവം, ഒരു തോണിയാണ് ആ ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ എന്നെ വിപാട്യ മറിച്ചിട്ടിട്ട് എന്നെയും അതുപോലെ അതിലത്തെ പ്രജകളെയും ഈ പ്രജകളെയും എങ്ങനെ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്നും പൊക്കി നിർത്തും. നിറച്ചിടുമ്പോൾ അത് വെള്ളത്തിൽ പെടും. വെള്ളത്തിൽ നിന്ന് എങ്ങനെ ഇവരെയൊക്കെ പൊക്കി സംരക്ഷിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഭവസാഗരത്തിൽപ്പെട്ടിട്ട് മുങ്ങി പൊങ്ങുന്ന അവരെ എങ്ങനെ ഈ നൗകയിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം. വിശ്വം ലോകമാകമാനം യത്ര യസ്യാം യാതൊരു വളിൽ പ്രതിഷ്ഠിതം സ്ഥാപിതമോ അജരാം യാത്രയ്ക്ക് കെട്ടുറപ്പുള്ള നാവം നൗകയായ മാം എന്നെ വിപാട്യ മറിച്ചിട്ട് അതിനെ മറിച്ചിട്ടിട്ട് ആത്മാനം ച തന്നെയും ഇമാ പ്രജാഹ ച ഈ പ്രജകളെയും കഥം എങ്ങനെ അംഭസി വെള്ളത്തിൽ ധാസ്യസി പൊക്കി നിർത്തും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്നുകൂടി പറയാം. ലോകമാകമാനം എത്ര യസ്യാം യാതൊരു വളിൽ പ്രതിഷ്ഠിതം സ്ഥാപിതമാണോ അജരാം അത്രയ്ക്ക് കെട്ടുറപ്പുള്ള നാവം ആ നൗകയായ മാം എന്നെ വിപാട്യ മറച്ചിട്ട് ആത്മാനം ച തന്നെയും ഇമാഹ പ്രജാഹ ച ഈ പ്രജകളെയും കഥം എങ്ങനെ അംഭസി വെള്ളത്തിൽ ധാസ്യസി പൊക്കി നിർത്തും. അപ്പോൾ അന്വയം വന്നിട്ട് വിശ്വം എത്ര യസ്യാം പ്രതിഷ്ഠിതം അജരാം നാവം മാം വിപാട്യ ആത്മാനം ച ഇമാ പ്രജാ ച കഥം അംഭസി ധാസ്യസി. എന്നുകൂടി പറയാം. വിശ്വം എത്ര യസ്യാം പ്രതിഷ്ഠിതം അജരം നാവം മാം വിപാട്യ ആത്മാനം ച ഇമാഹ പ്രജാഹ ച കഥം അംഭസി ധാസ്യസി. ലോകമാകമാനം യാതൊരു വളിൽ പ്രതിഷ്ഠിതമാണോ സ്ഥാപിതമാണോ അത്രയ്ക്ക് കെട്ടുറപ്പുള്ള നൗകയായ എന്നെ മറച്ചിട്ടിട്ട് ആത്മാനം എന്നെയും ഇതിലുള്ള പ്രജകളെയും എങ്ങനെ വെള്ളത്തിൽ പൊക്കി നിർത്തും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ ലോകത്തെ ആകമാനം ലോകമാകമാനം എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിദേവിയാണ് നിൽക്കുന്നത്. അത്ര ഉറപ്പുള്ളൊരു തോണിയാണ് ഞാൻ. എന്നെ നിഗ്രഹിച്ചാൽ അങ്ങ്
നടക്കം സർവരും സമുദ്രത്തിൽ മുങ്ങിപ്പോകും. എന്നെ നിഗ്രഹിച്ചാൽ അങ്ങ് നടക്കം സർവരും സമുദ്രത്തിൽ മുങ്ങിപ്പോകും. ആത്മനാശത്തിന് പോലും കാരണമാകുന്ന ഈ ക്രൂരകൃത്യം, ആത്മനാശത്തിന് പോലും കാരണമാകുന്ന ഈ ക്രൂരകൃത്യത്തിന് അവിടുന്ന് എന്തുകൊണ്ടാണ് ഒരുമ്പെടുന്നത്? ഭൂമിദേവിയുടെ വാക്യങ്ങളിൽ പടിപടിയായിട്ട് ആ കരുത്തേറുന്നതായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ യാതൊന്നിൽ ഈ വിശ്വം മുഴുവൻ സ്ഥിതി ചെയ്യുന്നുവോ, ആ ഉറപ്പുള്ള തോണിയായ ആ എന്നെ നശിപ്പിച്ച് അവനവനെ തന്നെയും ഈ പ്രജകളെയും സമുദ്രത്തിൽ നിന്നും ഉയർത്തും. യാതൊന്നിൽ ഈ വിശ്വം മുഴുവൻ സ്ഥിതി ചെയ്യുന്നുവോ, ഉറപ്പുള്ള തോണിയായ ആ എന്നെ നശിപ്പിച്ചിട്ട് അവനവനെയും ഈ പ്രജകളെയും സമുദ്രത്തിൽ നിന്നും എങ്ങനെ ഉയർത്തും? അപ്പോൾ എന്നെ ഹിംസിക്കുന്നതിൽ ഏറെ ദോഷം ഗൗരവം ഏറിയതായിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ്. എന്നാൽ ആലോചിക്കണം, എന്നിലാണല്ലോ ലോകം നിലനിൽക്കുന്നത്. ആ കേടുതട്ടാത്ത കപ്പലായിരിക്കുന്ന ഈ എന്നെ ഹിംസിച്ചാൽ പിന്നെ സർവത്ര ജലമായിരിക്കും. ആ ജലത്തിൽ അങ്ങയെയും ഈ പ്രജകളെയും മുങ്ങിപ്പോകാതെ എങ്ങനെ നിലയ്ക്ക് നിർത്തും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. ഏ വൈന്യ, അല്ലയോ പൃഥ്വിരാജാവേ, ദൃഢാം നൗകാരൂപാം മാം, ആ ദൃഢമായിരിക്കുന്ന നൗകയുടെ തോണിയുടെ രൂപമായിരിക്കുന്ന എന്നെ, മാം ഹത്വ, എന്നെ കൊന്നിട്ട്, പ്രജാഹ, ഈ പ്രജകളും, ആത്മാനം, അവനവൻ തന്നെയും, ജലേ കഥം, അവനവനെ തന്നെയും ഈ ജലത്തിൽ നിന്നും എങ്ങനെ ധാരയിഷ്യസി, ഉയർത്തും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹേ വൈന്യ ദൃഢാം നൗകാരൂപാം മാം, അല്ലയോ പൃഥ്വിരാജാവേ, ഈ ദൃഢമായിരിക്കുന്ന ഈ തോണിയുടെ രൂപമുള്ള എന്നെ കൊന്നിട്ട്, മാം ഹത്വ പ്രജാഹ, ഇതിലെ പ്രജകളെയും, ആത്മാനം, അവിടുത്തെ തന്നെയും, ജലേ, ഈ ജലത്തിൽ നിന്നും, കഥം, എങ്ങനെ ധാരയിഷ്യസി, ഉയർത്തും എന്നാണ്. അപ്പോൾ ഒന്നും കൂടി ചൊല്ലാം വ്യാഖ്യാനം. ഹേ വൈന്യ ദൃഢാം നൗകാരൂപാം മാം ഹത്വ പ്രജാഹ ആത്മാനം ച ജലേ കഥം ധാരയിഷ്യസി. എന്നുകൂടി പറയാം. ഹേ വൈന്യ ദൃഢാം നൗകാരൂപാം മാം ഹത്വ പ്രജാഹ ആത്മാനം ച ജലേ കഥം ധാരയിഷ്യസി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പൃഥു അതിന് മറുപടി പറയുകയാണ്. വസുധേ ത്വാം വധിഷ്യാമി മച്ഛാസനപരാങ്മുഖീം ഭാഗം ബർഹിഷ്യാ വൃങ്ക്തേ ന തനോതി ച നോ വസു. വസുധേ ത്വാം വധിഷ്യാമി മച്ഛാസനപരാങ്മുഖീം ഭാഗം ബർഹിഷ്യാ വൃങ്ക്തേ ന തനോതി ച നോ വസു. അല്ലയോ വസുക്കളെ ധരിക്കുന്നവളെ, വസുധേ എന്ന് പറഞ്ഞാൽ വസുക്കളെ ധരിക്കുന്നവളെ, എൻ്റെ ശാസന ധിക്കരിക്കുന്ന നിന്നെ വധിക്കുക തന്നെ ചെയ്യും. യാതൊരുവൾ ആ യജ്ഞത്തിൽ ഹവിർഭാഗം വരിക്കുന്നു, ഞങ്ങൾക്ക് ആ ധാന്യാദികൾ നൽകുന്നുമില്ല. അപ്പോൾ യജ്ഞാദികൾ ചെയ്യുമ്പോൾ അതിലത്തെ ആ യജ്ഞഭാഗമൊക്കെ ഇവിടെയുള്ള ആ വസുക്കൾ അത് സ്വീകരിക്കുന്നുണ്ട്, എന്നിട്ട് അതിനെയൊന്നും തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ വസുധേ ത്വാം വധിഷ്യാമി, നിന്നെ വധിക്കുക തന്നെ ചെയ്യും. മച്ഛാസന പരാങ്മുഖി, എൻ്റെ ആജ്ഞയ്ക്ക് മുഖം തിരിച്ച് നിൽക്കുന്നവളാണ്. ഭാഗം ബർഹിഷി, ആ യജ്ഞഭാഗമൊക്കെ സ്വീകരിച്ചതിന് ശേഷം യാ വൃങ്ക്തേ, അതിനെയൊക്കെ സ്വീകരിച്ചതിന് ശേഷം ആവിർഭാഗമൊക്കെ സ്വീകരിച്ചിരുന്ന തനോതി, അതിനെ ആ വസുക്കൾ, ആ ധാന്യാദികൾ നൽകുന്നില്ല, അത് ലോകത്തിലേക്ക് വേണ്ടിയിട്ട് തിരിച്ചു നൽകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പദങ്ങൾ നോക്കാം. ഹേ വസുധേ, അല്ലയോ വസുക്കളെ ധരിക്കുന്നവളെ, മച്ഛാസന പരാങ്മുഖീം, എൻ്റെ ശാസന ധിക്കരിക്കുന്നവളെ, ത്വാം, നിന്നെ, വധിഷ്യാമി, വധിക്കുക തന്നെ ചെയ്യും. യാതൊരുവൾ ബർഹിഷി, യജ്ഞത്തിൽ ഭാഗം, ഹവിർഭാഗം, വൃങ്ക്തേ, വരിക്കുന്നു. നഹ, ഞങ്ങൾക്ക് ആ വസു, ധാന്യാദികൾ, ന തനോതി ച, നൽകുന്നതും ഇല്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ വസുധേ, അല്ലയോ വസുക്കളെ ധരിക്കുന്നവളെ, മച്ഛാസന പരാങ്മുഖീം, എൻ്റെ ശാസനകളെ ധിക്കരിക്കുന്നവളെ, ത്വാം നിന്നെ വധിഷ്യാമി, വധിക്കുക തന്നെ ചെയ്യും. യാതൊരുവൾ ബർഹിഷി യജ്ഞത്തിൽ ഭാഗം ഹവിർഭാഗം വൃങ്ക്തേ വരിക്കുന്നു, ന ഞങ്ങൾക്ക് വസു ധാന്യാദികൾ ന തനോതി നൽകുന്നതും ഇല്ല. അന്വയം വന്നിട്ട് ഹേ വസുധേ മച്ഛാസന പരാങ്മുഖീം ത്വാം വധിഷ്യാമി യാ ബർഹിഷി ഭാഗം വൃങ്ക്തേ ന വസു ന തനൂതി ച. ഒന്നുകൂടി പറയാം. ഹേ വസുധേ മച്ഛാസന പരാങ്മുഖീം ത്വാം വധിഷ്യാമി യാ ബർഹിഷി ഭാഗം വൃങ്ക്തേ ന വസു ന തനൂതി. അല്ലയോ വസുക്കളെ ധരിക്കുന്നവളെ, എൻ്റെ ശാസന ധിക്കരിക്കുന്നവളെ, നിന്നെ വധിക്കുക തന്നെ ചെയ്യും. യാതൊരുവൾ ആ യജ്ഞത്തിൽ ആ ഹവിർഭാഗം സ്വീകരിക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ആ ധാന്യാദികൾ നൽകുന്നതും ഇല്ല. എൻ്റെ ശാസന അനുസരിക്കാത്ത നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. നീയാകട്ടെ യജ്ഞഭാഗം അനുഭവിക്കുന്നു, എന്നിട്ട് പകരം നീ നൽകേണ്ടതായിരിക്കുന്ന ധാന്യാദികൾ നമുക്ക് തരുന്നുമില്ല. വസു എന്നാൽ ആ ധാന്യാദി രൂപത്തിലുള്ള ധനം എന്നുള്ളതിനാണ് ആ വസു എന്ന് പറയുന്നത്. അതിന് ധരിക്കുന്നവൾ, പ്രദാനം ചെയ്യുന്നവളാണ് വസുധ. ഈ അർത്ഥത്തിലാണ് ഭൂമിക്ക് വസുധ എന്ന സംജ്ഞ. വസുധോർവി, വസുന്ധര എന്ന് ആ അമരകോശത്തിൽ പറയുന്നുണ്ട്. വസുധേ എന്ന സമ്പുദ്ധി, നീ ധാന്യാദികളെ ദാനം ചെയ്യേണ്ടവളാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഭൂമിദേവിയെ. ഇപ്പോൾ ആ പര്യായം നിരർത്ഥകമാണെന്ന് നിരർത്ഥകം ആണെന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ വസുധ, വസു നൽകാത്തത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് ധാന്യത്തെ നൽകാത്തത് എന്നുള്ളതാണ് ഇവിടെ വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കാം. ഭൂമി എൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന നിന്നെ, ഭൂമിദേവി എൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. യജ്ഞത്തിൽ നീ ഭാഗം സ്വീകരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് നീ ധാന്യാദികൾ നൽകുന്നും ഇല്ല. അതുമാത്രമല്ല, എന്നെ ഹിംസിക്കുന്നതിൽ വേറെ ഒരു ദോഷം ഗൗരവമേറിയതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ പൃഥു അതിന് മറുപടി പറയാം. ഹേ വസുന്ധരേ, എൻ്റെ ആജ്ഞയെ അനുസരിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് നിന്നെ ഞാൻ ഹിംസിക്കുവാൻ നിശ്ചയിക്കുന്നു. യാഗത്തിൽ ഭാഗം സ്വീകരിക്കുന്ന നീ രാജ്യക്ഷേമത്തിന് ഉപകരിക്കുന്ന ധാന്യത്തെ വർദ്ധിപ്പിക്കുന്നില്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. പൃഥുരുവാച, പൃഥു പറയുകയാണ്. ഹേ വസുധേ, അല്ലയോ ഭൂമിദേവി, മച്ഛാസന പരാങ്മുഖീം, എൻ്റെ ആജ്ഞകൾക്ക് മുഖം തിരിച്ചിരിക്കുന്ന ത്വാം, അവിടുന്ന് വധിഷ്യാമി, കൊല്ലപ്പെടുക തന്നെ ചെയ്യും. ഹേ വസുധേ, അല്ലയോ ഭൂമിദേവി, മച്ഛാസന പരാങ്മുഖീം, എൻ്റെ ശാസനകളെ ധിക്കരിക്കുന്ന നിന്നെ ത്വാം വധിഷ്യാമി, കൊല്ലുക തന്നെ ചെയ്യും. നിത്യം ഗോരൂപേണ തൃണം ഭക്ഷ്യസി, ഗോരൂപം ആയിട്ട് ഗോരൂപത്തെ സ്വീകരിച്ച് നിത്യവും തൃണം ഭക്ഷ്യസി, പുല്ല് തിന്നുകയും എന്നിട്ട് ദുഗ്ധം ന സ്വവസി, ദുഗ്ധം തരാതിരിക്കുകയും ചെയ്യുന്നു. തസ്യാം ദുഷ്ടായാം ദണ്ഡഃ ശസ്യത്തെ, അത്രയ്ക്കും ദുഷ്ടയാണ് നീ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഇതിൽ ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിത്യം ഗോരൂപേണ തൃണം ഭക്ഷ്യസി, ആ യജ്ഞഭാഗമൊക്കെ സ്വീകരിച്ചിട്ട് അവസാനം നമുക്ക് ധാന്യം തരാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഹേ വസുധേ മച്ഛാസന പരാങ്മുഖീം ത്വാം വധിഷ്യാമി, നിത്യം ഗോരൂപേണ തൃണം ഭക്ഷയസി, ദുഗ്ധം ന സ്രവസി, ദുഗ്ധം പാല് സ്രവിക്കുന്നില്ല, പാല് ചുരത്തുന്നില്ല നീ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യവസം ജഗ്ധ്യനുദിനം നൈവദോഗ്ധ്യൗധസംപയഃ തസ്യാമേവം ഹി ദുഷ്ടായാം ദണ്ഡോ നാത്ര ന ശസ്യത്തെ. ആ പദങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. യവസം ജഗ്ധ്യനുദിനം നൈവദോഗ്ധ്യൗധസംപയഃ തസ്യാമേവ ഹി ദുഷ്ടായാം ദണ്ഡോ നാത്ര ന ശസ്യത്തെ. അപ്പോൾ നിത്യേന ആ പുല്ല് തിന്നണ, അതാണ് പറയുന്നത്. നിത്യേന യവസം ജഗ്ധി അനുദിനം, നിത്യേന ആ പുല്ല് അനുദിനം ജഗ്ധി തിന്നുന്ന ഔധസം, ആ അകിട്ടിലെ പാല്, പാൽ നൈവദോഗ്ധി ചുരത്തിത്തരുന്നതേയില്ല. തസ്യാഹ ആവിധം ദുഷ്ടായ, ദുഷ്ടസ്ത്രീയിൽ ഏവം വിധം ഇപ്രകാരമുള്ള ദണ്ഡം
ശിക്ഷ ഇവിടെ ശിക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം യവസം ജഗ്ധ്യനുദിനം നൈവ ദോഗ്ധ ഉദസംപയ തസ്യാമേവം ഹി ദുഷ്ടായാം ദണ്ഡോ നാത്രന്ന ശസ്യത്തെ. ഗോരൂപത്തിലാണ് ആ ദിവസം വന്നിട്ട് ആ പുല്ല് തിന്നിട്ട് അവസാനം പാല് ചുരത്തുന്നില്ല, വേണ്ട വിധത്തിൽ അകട്ടിൽ ചുരത്തി തരുന്നില്ല. അതുപോലെയാണ് ഈ ദുഷ്ടയായിരിക്കുന്ന ഈ ഭൂമിദേവി ആ ധനധാന്യങ്ങളെയൊന്നും വർദ്ധിപ്പിക്കാത്തത്. ആ വിധം ദുഷ്ടായം, അപ്രകാരം ദുഷ്ടയായിരിക്കുന്ന സ്ത്രീയിൽ ഈ വിധം ദണ്ഡ, ഇപ്രകാരമുള്ള ശിക്ഷ ഇവിടെ ഒരിക്കലും തെറ്റില്ല. ഈ കൊല്ലുക എന്നുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവളാണ് അവൾ എന്ന് പറയുകയാണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. അനുദിനം, നിത്യേന, യവസം പുല്ല്, ജഗ്ധി തിന്നുന്നു, ഔധസം അകിട്ടിലെ, പയഹ പാൽ, നൈവദോഗ്ധി ചുരത്തിത്തരുന്നതേയില്ല, തസ്യാം ആ വിധം, ദുഷ്ടായാം ദുഷ്ടസ്ത്രീയിൽ, ഏവം ഈ വിധം, ദണ്ഡ ശിക്ഷ, അത്ര ഇവിടെ, ശസ്യതേഹി തെറ്റല്ല തന്നെ. എന്നുകൂടി പറയാം. അനുദിനം, നിത്യേന, യവസം പുല്ല്, ജഗ്ധി തിന്നുന്നു, ഔധസം അകിട്ടിലെ, പയഹ പാൽ, നൈവദോഗ്ധി ചുരത്തിത്തരുന്നതേയില്ല, തസ്യ ആ വിധം, ദുഷ്ടായാം ദുഷ്ടസ്ത്രീയിൽ, ഏവം ഈ വിധം, ദണ്ഡ ശിക്ഷ, അത്ര ഇവിടെ, ന ശസ്യതേഹി തെറ്റല്ല തന്നെ. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് അനുദിനം യവസം ജഗ്ധി ഔധസം പയഹ നൈവദോഗ്ധി തസ്യാം ദുഷ്ടായാം ഏവം ദണ്ഡ അത്ര ന ശസ്യതേഹി. എന്നുകൂടി പറയാം. അനുദിനം യവസം ജഗ്ധി ഔധസം പയഹ നൈവദോഗ്ധി തസ്യാം ദുഷ്ടായാം ഏവം ദണ്ഡം അത്ര ന ശസ്യതേഹി. അപ്പം നിത്യേന ആ പുല്ല് തിന്നുന്നു, എന്നിട്ട് ആ അകിട്ടിലെ പാൽ തരുന്നതേയില്ല. അങ്ങനെ ആ വിധം ആ ദുഷ്ടയായ സ്ത്രീയിൽ ഈ വിധം ശിക്ഷ ഇവിടെ ഒരിക്കലും തെറ്റല്ല തന്നെ ാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പുല്ല് തിന്നുന്നു, എന്നാൽ അകിട്ടിലുള്ള ആ പാൽ ചുരത്തൊന്നുമില്ല. അപ്രകാരം ദുഷ്ടസ്വഭാവമുള്ള ഒരു പശുവിനെ നിഗ്രഹിക്കുന്നതിന് തെറ്റൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഭൂമി എൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. യജ്ഞത്തിൽ നീ ഭാഗം സ്വീകരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് നീ ധാന്യാദികൾ തരുന്നില്ല. പകൽ മുഴുവൻ പുല്ല് തിന്നുന്നു, പക്ഷേ പാൽ കറന്നു തരുന്നില്ല, പാൽ ചുരത്തി തരുന്നില്ല. അങ്ങനെ ദുഷ്ടയായിത്തീർന്ന നിലയ്ക്ക് നീ ശിക്ഷ അനുഭവിക്കുന്നത് അനുചിതം അല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതുമാത്രമല്ല, മറുപടി പറയാം. ഗോരൂപധരയായിരിക്കുന്ന എന്നെ ഹിംസിക്കുന്നത് ധർമ്മിഷ്ഠനായിരിക്കുന്ന അങ്ങയ്ക്ക് യുക്തമായിരിക്കുമോ എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ഏതൊരു പശു പുല്ല് നല്ലവണ്ണം തിന്നും, അകിട്ടിൽ നിന്ന് പാൽ പുറത്തേക്ക് വിട്ടുതരികയും ഇല്ല. ഈ വിധത്തിലിരിക്കുന്ന ആ ഗോവിനെ ദണ്ഡിക്കുന്നത് അയുക്തമായിരിക്കുകയില്ല. അത് യുക്തം തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പശുക്കളെ കൊല്ലുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിലെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. നിത്യം ഗോരൂപേണ തൃണം ഭക്ഷ്യസി. പറഞ്ഞു, കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞു. ഈ ദിവസവും ഗോരൂപം എടുത്തിട്ട് തൃണം ഭക്ഷ്യസി, പുല്ല് തിന്നുന്നു, ദുഗ്ധം ന സ്രവസി, പാല് തരുന്നില്ല, തസ്യാം ദുഷ്ടായം അപ്രകാരം ദുഷ്ടയായിരിക്കുന്നവൾ ദണ്ഡ ശാസ്യത്തെ, ഈ ദണ്ഡം അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വ്യാഖ്യാനത്തിൽ നിത്യം ഗോരൂപേണ തൃണം ഭക്ഷ്യസി ദുഗ്ധം ന സ്രവസി തസ്യാം ദുഷ്ടായാം ദണ്ഡ ശാസ്യത്തെ. ദിവസവും ആ പുല്ല് ഭക്ഷിച്ചിട്ട് പാല് ചുരത്താത്ത നീ ദുഷ്ടയായിരിക്കുന്നവളാണ്. നീ ദണ്ഡം, ഈ മരണം എന്നുള്ള ദണ്ഡം ശാസ്യതയെ അനുഭവിക്കേണ്ടവളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 24. ത്വം ഖൽവു ഓഷധിബീജാനി പ്രാക് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസ്യാത്മരുദ്ധാനി മാമവജ്ഞായമന്ദധീഹി. ത്വം ഖൽവു ഓഷധിബീജാനി പ്രാക് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസ്യാത്മരുദ്ധാനി മാമവജ്ഞായമന്ദധീഹി. ബ്രഹ്മാവിനാൽ ആദികാലത്ത് സൃഷ്ടിക്കപ്പെട്ട ആ ഔഷധികളുടെ വിത്തുകളെ ആ മന്ദബുദ്ധിയുള്ള നീ എന്നെ അവഗണിച്ചിട്ട് ആ തന്നിൽ തന്നെ കെട്ടി നിർത്തിയിട്ട് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.
ത്വം ഖല്ലു ഓഷധി ബീജാനി, ആ ഔഷധി ബീജങ്ങളെയൊക്കെ ആ സൃഷ്ടി സമയത്ത് ആ തന്നിൽ നിന്നും സ്വീകരിച്ചിട്ട്, ആ ബ്രഹ്മാവിൽ നിന്നും സ്വീകരിച്ചിട്ടെന്ന മുഞ്ചസ്യാത്മരുദ്ധാനി, അതിൽ തന്നെ കെട്ടി നിർത്തിയിട്ട് എന്നെ അവഗണിച്ചിട്ട് ബുദ്ധിയില്ലാത്തവളായിട്ട് അതിനെ പുറത്തേക്ക് വിടുന്നില്ല. മുഞ്ചസേ ഖലു, പുറത്തേക്ക് വിടുന്നില്ല എന്നാ പറയുന്നത്. അപ്പം ത്വം ഖല്വോഷധി ബീജാനി പ്രാക്സൃഷ്ടാനി സ്വയംഭുവ മുഞ്ചസ്യാത്മരുദ്ധാനി മാമവജ്ഞായ മന്ദധീ. ഇപ്പോഴത്തെ പദങ്ങൾ സ്വയംഭുവ, ആ ബ്രഹ്മാവിനാൽ, പ്രാക് ആദികാലത്ത്, സൃഷ്ടാനി ആ സൃഷ്ടിക്കപ്പെട്ട, ഔഷധി ബീജാനി ഔഷധ ബീജങ്ങൾ, ഔഷധികളുടെ വിത്തുകളെ, മന്ദധീഹി മന്ദബുദ്ധിയുള്ള, ത്വം നീ, മാം എന്നെ അവഗണിച്ചിട്ട്, അവജ്ഞായ എന്നെ അവഗണിച്ചിട്ട്, ആത്മരുദ്ധാനി അതിൽ തന്നെ കെട്ടി നിർത്തിയിട്ട്, ന മുഞ്ചസി ഖലു പുറത്തേക്ക് അതിനെ വിടുന്നില്ല എന്നാ പറയണം. സ്വയംഭുവ ആ ബ്രഹ്മാവിനാൽ, പ്രാക് ആദികാലത്ത്, സൃഷ്ടാനി സൃഷ്ടിക്കപ്പെട്ട, ഔഷധി ബീജാനി ഔഷധികളുടെ വിത്തുകളെ, മന്ദധീഹി മന്ദബുദ്ധിയുള്ള, ത്വം നീ, മാം എന്നെ, അവജ്ഞായ അവഗണിച്ചിട്ട്, ആത്മരുദ്ധാനി തന്നിൽ തന്നെ കെട്ടി നിർത്തി, ന മുഞ്ചസി ഖലു പുറത്തേക്ക് വിടുന്നും ഇല്ലല്ലോ ഉള്ള പറയുന്നത്. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് സ്വയംഭുവ പ്രാക് സൃഷ്ടാനി ഔഷധി ബീജാനി മന്ദധീ ത്വം മാം അവജ്ഞായ ആത്മരുദ്ധാനി ന മുഞ്ചസി ഖലു. എന്നുകൂടി പറയാം. സ്വയംഭുവ പ്രാക് സൃഷ്ടാനി ഔഷധി ബീജാനി മന്ദധീ ത്വം മാം അവജ്ഞായ ആത്മരുദ്ധാനി ന മുഞ്ചസി. ബ്രഹ്മാവിനാൽ ആദികാലത്ത് സൃഷ്ടിക്കപ്പെട്ട ആ ഔഷധികളുടെ വിത്തുകളെ, മന്ദബുദ്ധിയുള്ള നീ എന്നെ അവഗണിച്ചിട്ട് തന്നിൽ തന്നെ കെട്ടി നിർത്തിയിട്ട് പുറത്തേക്ക് അതിനെ വിടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് തന്നെ ആ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഔഷധികളുടെ ബീജം നിന്നിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ നീ അവയെ മുളപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ബുദ്ധിഹീനയായ നിൻ്റെ ഈ പ്രവൃത്തി എന്നെ അവഗണിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിധാതാവിനാൽ ആ ലോകരക്ഷാർത്ഥം സൃഷ്ടിക്കപ്പെട്ടവയും നിൻ്റെ ദേഹത്തിൽ തന്നെ ആ തടയപ്പെട്ട് കിടക്കുന്നവയുമായിരിക്കുന്ന ഔഷധികളുടെ ബീജങ്ങളെ മന്ദബുദ്ധിയായ നീ എന്നെ വകവയ്ക്കാതെ പുറത്തേക്ക് വിടുന്നില്ല. നീ ആ ലോകത്തിന് മഹാപരാധം ചെയ്യുന്നതുകൊണ്ട് നിന്നെ ഹിംസിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലെന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രജകളുടെ ഉപജീവന പദാർത്ഥങ്ങളായിരിക്കുന്ന ഔഷധി ബീജങ്ങളെ ആ ലോകകർത്താവായിരിക്കുന്ന ബ്രഹ്മദേവൻ പണ്ട് തന്നെ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനെ നീ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്നത് അല്ലാതെ ജനോപകാരാർത്ഥം വെളിക്ക് വിട്ടു തരുന്നില്ല. ഇപ്പോൾ പ്രജകളെ സംരക്ഷിപ്പാൻ അധികാരിയായിരിക്കുന്ന എന്നെ നിരാകരിച്ച് ഈ വിധം പ്രവർത്തിക്കുന്ന നീ വിചാരശൂന്യായിരിക്കുന്നതിനാൽ നിന്നെ ഹിംസിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ ആ ഋതുമഹാരാജാവ് ഭൂമിദേവിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഏന വിധാത്ര ആ ബ്രഹ്മാവിനാൽ ജീവാനാം സ്ഥാനമഹം ആ ജീവൻ്റെ ആ സ്ഥാനത്തെ ഞാൻ നിർമ്മിച്ചു. സ ഏവ മാം ഹന്തും ഉപസ്ഥിതഃ. അതല്ല നോക്കട്ടെ, ബ്രഹ്മണാപൂർവം ആ ബ്രഹ്മാവിനാൽ പൂർവം മുമ്പ് തന്നെ സൃഷ്ടാന്യോഷധി ബീജാനി ആ ഔഷധി ബീജങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ത്വയാ ഗ്രസിതാനി അതിനെയൊക്കെ നീ ഏറ്റെടുത്തിട്ട് ത്വം ന മുഞ്ചസി അത് പുറത്തേക്ക് തരുന്നില്ല. അതാണ് ബ്രഹ്മണാപൂർവം സൃഷ്ടാന്യോഷധി ബീജാനി. സൃഷ്ടിയിലെ ആ ബ്രഹ്മാവ് ആദ്യം തന്നെ ആ ഓഷധി ബീജങ്ങളെ അങ്ങയ്ക്ക് തന്നു, ഭൂമിദേവിക്ക് തന്നു. എന്നിട്ട് നീ അതിനെ ത്വയാ ഗ്രസിത അതിനെ സ്വീകരിച്ചിട്ട് അതിനെ ത്വം ന മുഞ്ചസി അത് വേണ്ട വിധത്തിൽ അതിനെ വിട്ടുതരുന്നില്ല. അതാണ് ബ്രഹ്മണ പൂർവം സൃഷ്ടാന്യോഷധി ബീജാനി ത്വയാ ഗ്രസിതാനി ത്വം ന മുഞ്ചസി. അപ്പോൾ 24ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഹരേ കൃഷ്ണ.